അപ്പോൾ ഗൈസ് നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ മിൽട്ടയിൽ വന്നിട്ട് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിരുന്നതിൻ്റെ ലൊക്കേഷൻ മിൽട്ടയിൽ ഈ ഒരു വെയർ ഹൗസ് ഉണ്ടല്ലോ, കറക്റ്റായിട്ട് ഈ ഒരു ലൊക്കേഷനിലുള്ള ഈ ഒരു നേരെ കാണുന്ന ഈ ഒരു വീടിൻ്റെ അവിടെ നമ്മൾ ട്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇവൻറ്റ് മോഡിൽ ജസ്റ്റ് സ്പെഡ്മാൻ ഇവൻറ്റ് മോഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ജസ്റ്റ് ആ വെബ് ഷൂട്ടർ കിട്ടുന്ന ബോക്സിലെ ഈ ഒരു ബോക്സിൻ്റെ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ബോക്സിൻ്റെ സൈഡിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രൗച്ച് ചെയ്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് എണീച്ച് നിൽക്കുക. കണ്ടോ, എണീച്ച് നിന്നിട്ടുണ്ടെങ്കിൽ FPPയിലോട്ട് ഒന്ന് സ്വിച്ച് ചെയ്യുക. അങ്ങനെ സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വെയർ ഹൗസിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ മാത്രമല്ല അവിടേക്ക് നമുക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഈ ഉള്ളത് ഈ വീട്ടിൻ്റെ ഉള്ളിലാണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തുള്ള എനിമീസിനെ അടിപൊളിയായിട്ട് അടിച്ചിടാൻ പറ്റും. ആ ഒരു പൊസിഷനിൽ നിന്ന് വരുന്ന എനിമീസിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് അടിച്ചിടാൻ പറ്റും. ഞാൻ കാണിച്ചിരുന്നുണ്ട് ജസ്റ്റ് ഡാമേജ് വരുന്നുണ്ടോ ഇല്ലെന്ന് കറക്റ്റായിട്ട് കണ്ടോ, ആ ഡോർ കറക്റ്റായിട്ട് ജസ്റ്റ് ഷോട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഷോട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് കറക്റ്റ് ആ ഒരു എനിമീസിനെ നമുക്ക് അവിടെ ഒരു ഡോറാണ്, അതേസമയം എനിമീസും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അടിച്ചിടാൻ പറ്റും. അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല, നമ്മളിതിൻ്റെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെബ് ഷൂട്ടർ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു വെബ് ഷൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വെബ് ഷൂട്ടർ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുക. അതായത് ജസ്റ്റ് വെബ് ഷൂട്ടർ അമർത്തുമ്പോൾ ജസ്റ്റ് മുകളിലോട്ടും കൂടി ഒന്ന് ആ സ്ക്രീൻ ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് അമർത്തുക. ജസ്റ്റ് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി നമ്മൾ എന്താ പറയുക, സാധാരണ ജമ്പ് ചെയ്യുന്നതിനെക്കാട്ടും അൾട്ടിമേറ്റ്, അതായത് ജസ്റ്റ് ഡബിൾ ജമ്പ് ഹൈറ്റും കൂടി നമ്മൾ ജമ്പ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട്. പക്ഷെ ഒന്നും കൂടി ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവും നമ്മൾ ഒന്നും കൂടി ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ ഹൈറ്റിലൂടെ ചാടാൻ പറ്റുന്നുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു വെബ് ഷൂട്ടർ ജസ്റ്റ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ജമ്പ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓവർ ഹൈറ്റിൽ, അതായത് നല്ല ഹൈറ്റിൽ നിങ്ങൾക്ക് ചാടാൻ പറ്റും. അപ്പോൾ എന്തായാലും എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ജമ്പ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു ട്രിക്ക് ജസ്റ്റ് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ലിമിറ്റ് ഉണ്ടാവില്ല ഇത്ര ഹൈറ്റ് എന്നുള്ള ഒരു വീടിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റാത്ത വീടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ജസ്റ്റ് ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ജമ്പ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോച്ചിങ്കിൽ, അതായത് നമ്മുടെ മെയിൻ എന്താ പറയുക ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു പോച്ചിങ്കിൽ നിങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ വരിക. അതായത് ഈ ലൊക്കേഷൻ എന്നല്ല, ഈ ഒരു ടവർ കണ്ടിട്ടില്ല നേരെ കാണുന്ന ഈ ഒരു ജസ്റ്റ് ടവർ, ഈ ഒരു ടവറിൻ്റെ അവിടെ നമ്മൾ ട്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ ലിസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഷെഡിൻ്റെ മുകളിലോട്ട് ആദ്യം കയറാം. അതായത് ഈ ഒരു ചെറിയ ഇതിൻ്റെ മുകളിലോട്ട് കയറി നിന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടവർ കണ്ടില്ല, ആ ഒരു ടവറിൻ്റെ ഏറ്റവും മുകളിലോട്ടാണ് നമുക്ക് കയറേണ്ടത്. അതായത് കറക്റ്റ് കാണിച്ചിരുന്നുണ്ട്. ജസ്റ്റ് ആ ടവറിൻ്റെ ആ ഒരു സൈഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെബ് ഷൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചാടി പിടിച്ചാൽ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടവറിൻ്റെ മുകളിൽ കയറാൻ പറ്റും. അടിപൊളിയായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് പോച്ചിങ്ങിൽ ആ ഒരു ടവറിൻ്റെ മുകളിലാണ്. നമുക്ക് ഏകദേശം എന്ന് വെച്ചാൽ ഫുൾ വ്യൂ, അതായത് ഏകദേശം എന്നില്ല, പോച്ചിങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഫുള്ള് കവറായിട്ട് നമുക്ക് ഏരിയ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ ടീമേറ്റിനോട് പറഞ്ഞു കൊടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ അടിച്ചിടാൻ പറ്റും. നമുക്ക് അടി കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ എന്തായാലും ഒരു ഓപ്പൺ വ്യൂ ആണ്, നമുക്ക് അടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ നോക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോച്ചിങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് എനിമീസും കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ചിടാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പോച്ചിങ്ങിൽ ഈ ഭാഗത്ത് വരാണെങ്കിൽ ജസ്റ്റ് പോച്ചിങ്ങിൽ ഭാഗത്ത് വരാണെന്നില്ല, പോച്ചിങ്ങിലെ മെയിൻ സെൻറ്ററിലാണ്. അപ്പോൾ മെയിൻ സെൻട്രൽ ലൊക്കേഷനിലാണ് ഈ ഒരു ടവറിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററി ബേസിലാണ് നമ്മൾ ട്രിക്ക് വർക്കാവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററി ബേസിൽ ഞാൻ ഈ കാണിച്ചിരുന്ന ലൊക്കേഷനിൽ വരാം. അതായത് കറക്റ്റ് ഞാൻ കാണിച്ചിരുന്നുണ്ട്. മിലിറ്ററി ബേസിൽ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഈ ഒരു നേരെ കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് നമ്മൾ ട്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ് ഷൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറാം. കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിരുന്നത് ഇതിൻ്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു 5 സംഭവം കണ്ടില്ല, അതായത് 5 ആ ഒരു ലൈറ്റ് ഹൗസ് പോലത്തെ കറക്റ്റായിട്ട് ഒരു 5 ഈ ഒരു 5 നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് എന്താ വെബ് ഷൂട്ടർ യൂസ് ചെയ്തിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റും. അടിപൊളിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് എനിമീസിനെ ഫുൾ ആ ഒരു മിലിറ്ററി ബേസിൻ്റെ ആ ഒരു എന്താ പറയുക ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് അറ്റാക്ക് ചെയ്തിട്ട് വരുന്ന ടീംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് റഷ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് ഓരോ എനിമീസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം, ഇവിടെ നിന്നിട്ട് നമുക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് എനിമീസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഓരോ സൈഡിൽ എവിടെയാണ് എനിമീസില്ല അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിമീസിനെ സിമ്പിളായിട്ട് ജസ്റ്റ് ഇതിലൊരു ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ബോട്ടിനെ അടിക്കുന്ന പോലെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഓരോ എനിമീസിനെ കാണാം, ജസ്റ്റ് അടിച്ചതാ. പക്ഷേ നമുക്ക് ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അടി കിട്ടും. കാരണം അവർ മീൻസ് അതിൻ്റെ ഷൂട്ട് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അടിച്ചിടാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആർക്കും നമ്മളെ അടിച്ചിടാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു യൂസ്ഫുൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരാളുണ്ടെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോവയിലോട്ട് പോകുന്ന ബ്രിഡ്ജിൽ, അതായത് കറക്റ്റ് ഞാൻ കാണിച്ചിരുന്നുണ്ട്, നോവയിലോട്ട് പോകുന്ന ഈ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നമ്മൾ ട്രിക്ക് വർക്കാവുന്നത്. അതിന് നമ്മൾ ആവശ്യമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബഗ്ഗി നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു ബഗ്ഗി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ബഗ്ഗി എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ ഒരു ബഗ്ഗി കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ പതുക്കെ ജസ്റ്റ് ആ ഒരു വെള്ളത്തിലോട്ട് വീണ് പോവരുത് ബഗ്ഗി. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബഗ്ഗി സ്ലോ ആയിട്ട് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഒരു
ബ്രിഡ്ജിൻ്റെ സെൻറ്ററിലോട്ട്, അതായത് അടിഭാഗത്തോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ബഗ്ഗി കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും കറക്റ്റ് നോക്കിയിട്ട് ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബഗ്ഗി കൊണ്ടായിട്ട് കറക്റ്റായിട്ട് ആ ഒരു ബ്രിഡ്ജിനോട് ചേർന്നിട്ട്, നമ്മുടെ ബഗ്ഗിൻ്റെ ബാക്ക് സൈഡ് ബ്രിഡ്ജിനോട് ചേർന്നിട്ട് ഫുള്ള് ജസ്റ്റ് അടുപ്പിച്ചിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്യുക, സീറ്റ് ചേഞ്ച് ചെയ്യുക. സീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, അടിപൊളി. നമുക്ക് ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ബ്രിഡ്ജ് ബ്ലോക്കിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റയ്ക്ക് തന്നെ ബ്രിഡ്ജ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു നീഡ് എടുക്കുകയാണ്, നമ്മൾ ഈ ഒരു നീഡ് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഫുൾ വ്യൂ നമുക്ക് കിട്ടിയില്ലെങ്കിലും ആ ഒരു നീഡ് കറക്റ്റായിട്ട് നമുക്ക് മീൻസ് നമുക്ക് കാണുന്ന ആ ഒരു രീതിയിൽ വെച്ചിട്ട് നീഡ് ഗ്രാനൈഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ ഇനിമീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ വേറെ ടീംസൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ വന്നതിന് ശേഷം വന്ന ടീംസിനാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് അടിച്ചിടാൻ പറ്റും. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. എവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിച്ചിടാൻ മാത്രമല്ല ജസ്റ്റ് നമുക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റും. അതായത് ആ ഒരു ഗ്രാനൈഡ് മാത്രമല്ല, ജസ്റ്റ് നമുക്ക് ഏത് ഗണ്ണ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, ഡാമേജ് കറക്റ്റായിട്ട് നമ്മൾ അടിക്കുന്നിടത്തൊക്കെ ഡാമേജ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു ഫൈറ്റ് കൊള്ളുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിക്കും, പക്ഷേ അവർക്ക് എന്തായാലും കൊള്ളും. ഇവിടുന്ന് പുറത്തേക്ക് ഷൂട്ട് പോകും. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്ക് ഇതാണ്. അപ്പോൾ എന്തായാലും തുടർന്നും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്കും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഒരു അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.